വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ് രണോങ്ങിലേക്ക്, ഫാം ഹൗസിലേക്ക്. പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ പോകേണ്ട ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് ഇപ്പോൾ മെട്രോയിൽ കയറിയിരിക്കുക. ഇതുണ്ടോ, മെട്രോയിൽ ക്ഷണിച്ച അത്ര ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറവാ. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പ്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങി. തുങ്കേ ബാബിബാദ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ ഇറങ്ങി. ഇവിടെ നല്ല റഷ് ഉണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ, ഈ മെട്രോയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു സ്റ്റേഷനായത്. നമുക്ക് തുടരാം, യാത്ര തുടരാം. ആ ട്രെയിന് നമ്മളിവിടെ ഇറക്കിയിട്ട് ട്രെയിൻ പോയി. ട്രെയിൻ പോട്ടെ അല്ലേ, നമുക്ക് വേറെ സ്ഥലത്തേക്കല്ലേ ഇനി പോകേണ്ടത്. ഇനി തലിങ് ചാനിലേക്കുള്ള സ്റ്റേഷൻ ട്രെയിനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം വരും. കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ട്രെയിന് വരുന്നതാ, കാണിച്ചു തരാം. യാത്ര തന്നെ, യാത്ര. ട്രെയിനും ബസ്സും ആയിട്ട് ഇങ്ങനെ യാത്ര തന്നെയാണ് നമ്മളിവിടെ കൂടുതലും. ഇനിയിപ്പോൾ നാളെ എത്ര മണിക്കാണ് വീട്ടിലെത്തുക? രാവിലെ 8 മണിക്കാണ് വീട്ടിലെത്തുന്നത് ഫാം ഹൗസിൽ. വാ, ഇതിലെ എലിവേറ്ററിൽ കയറിയിട്ട് മുകളിലേക്ക് പോവാ. കുത്തനെയുള്ളൊരു എലിവേറ്ററാണ്. ഇതെത്ര നേരം ഓടേണ്ടത്. അങ്ങനെ മുകളിലേക്ക് വന്നു. ഇനി നമുക്ക് പോകേണ്ടത് തലിങ് ചാൻ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് രങ്സിത്ത് നിന്ന് നമ്മൾ നേരെ വന്നത് ബങ്സുവിൽ. ഇനി ഇവിടുന്ന് തലിങ് ചാനിലേക്ക് പോകണം. ഇത് ഒരു 1.5, 2.5, 3.45 വലിയൊരു എയർപോർട്ടൊന്നുമല്ല, അതിനേക്കാളും വലുതാണ് ഈ മെട്രോ സ്റ്റേഷൻ. ഇവിടുന്ന് ഒരുപാട് ഭാഗങ്ങളിലേക്ക് തായ്ലൻഡിൻ്റെ ട്രെയിനുകളുണ്ട്. അപ്പോൾ തലിങ് ചാനിലേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടുന്ന് ടാക്സിക്ക് നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് പോകണം. മെട്രോ കാലിയ, കിടന്നുറങ്ങാം, ഫൈൻ കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഒരു ചെറിയ ഒരു പുഴയുടെ പാലാണ് ഇത്. ബാങ്കോക്ക് സിറ്റിയിലുള്ളതാണ്. രാമ 7 ആണ് ഈ പാലത്തിൻ്റെ പേര്. രാമ 7 എന്നാണ്. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടോ, നഗരത്തിൻ്റെ മധ്യത്തിലായിട്ട് ഒരുപാട് വീടുകളും പച്ചപ്പും. നല്ല ഭംഗിയില്ലേ കാണാൻ? അങ്ങനെ തലിങ് ചാൻ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകണം. ഈ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് കണ്ടില്ല, എൻ്റെ പിറകിൽ കാണുന്ന ഒരു ടെലിഫോൺ ബൂത്തൊക്കെ, ഇതൊരു മ്യൂസിയം പോലെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേഷനാണ്. കുറേ ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഞാനിതിന് മുമ്പ് ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ഇവർ തായ്ലൻഡ് റെയിൽവേ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് കുറേ സമയം നമ്മൾ വീഡിയോ ചെയ്യാനുണ്ടാവും, ഓരോന്നോരോന്ന് ചെയ്യുകയാണെങ്കിൽ. ഈവൻ ടൈപ്പ് റൈറ്റർ പോലും ഇത് കണ്ടോ, അന്ന് ഉപയോഗിച്ചിരുന്ന ഫോണും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തലിങ്ങാൻ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റേഷനിലേക്ക് ടാക്സിയിൽ കയറി. അങ്ങനെ സായ്തായ് ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. വില കുറച്ച് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. കുട്ടികൾ കളിക്കുന്നു. ഇവിടെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന
കട കാണാം, കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകണം. നമ്മൾ ടിക്കറ്റ് ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, ജസ്റ്റ് അവിടെ പോയാൽ മാത്രം മതി. അങ്ങനെ വീണ്ടും മുകളിലേക്ക് പോകണം. ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് ഇനി വീണ്ടും മുകളിലേക്ക് പോകണം. ഇവിടെയൊക്കെ കണ്ടോ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ വളരെ വില കുറച്ച് കിട്ടും കേട്ടോ. 100 ബാത്തൊക്കെ ഉള്ളൂ ഡ്രസ്സിന്. യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ സ്റ്റേഷനിൽ നമുക്ക് KFCയോ മാക്ഡൊണാൾഡ്സോ അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ. ഇത് കണ്ടോ അവിടെ KFC ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്. ഇവിടെ കുറേ നല്ല നല്ല ഭക്ഷണങ്ങൾ നമുക്ക് മലയാളികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഫുഡ് ഇവിടെയുണ്ട്. ഇവിടെ ഇതേപോലെയുള്ള ഒരുപാട് ബസ് കൗണ്ടറുകളുണ്ട്. കണ്ടില്ലേ, ബസ് ടിക്കറ്റുകൾ കിട്ടുന്ന കൗണ്ടറുകൾ ഒരുപാടുണ്ട്. പല സ്ഥലങ്ങളിലേക്കുമുള്ള ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഭയങ്കര വലുപ്പമുള്ള ഒരു ബസ് സ്റ്റേഷനാണ് ഇത്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ചെറിയ പൈസക്ക് കിട്ടും. കാരണം അത്രയും ആദായത്തിലാണ് ഇവർ വിൽക്കുന്നത് ഇവിടുന്ന് സാധനങ്ങൾ. ഇവിടെ ഇപ്പോൾ 5:30 മണിയായിട്ടുള്ള വൈകുന്നേരം. ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. 2.5 മണിക്കൂർ സമയം എടുത്തു വീട്ടിൽ നിന്ന് ബസ് സ്റ്റേഷനിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ KFCയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. രാത്രി ഓൺ ദ വേ ബസ്സിൽ നമുക്ക് ഫുഡ് ഉണ്ടാവും. ബസ്സിലല്ല, ബസ് നിർത്തും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് കഴിക്കാം. അതിനു മുമ്പ് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാം KFCയിൽ നിന്ന്, അല്ലേ? അതായിരിക്കില്ല എൻ്റെ ഒരു ഭംഗി. KFCയിൽ നല്ല തിരക്കുണ്ട്. എല്ലാവരും KFC ആണോ കഴിക്കുന്നത് ഇപ്പോൾ? കണ്ടോ, നല്ല വലിയ വിശാലമായ സീറ്റിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു വലിയ KFCയാണ്. ഇവിടെ നിന്നൊരു ഓഫറുണ്ട്. ഒരു ബക്കറ്റ് ചിക്കൻ വാങ്ങിയാൽ ഒരു ബക്കറ്റ് ചിക്കൻ ഫ്രീ. 299 രൂപ ബാത്ത്. പക്ഷെ നമുക്ക് അത്രയും വേണ്ടല്ലോ, ഒരുപാടുണ്ടാവും. ഫാമിലിക്കൊക്കെ നല്ല ഓഫറാണ്. ഇവിടെ KFCയിൽ വന്ന ഒരു ഗുണമുണ്ട്. എത്ര വേണമെങ്കിലും പെപ്സി സാധനമൊക്കെ എടുത്ത് കുടിക്കാം. ദുബായിലൊക്കെ പോലെയാ. നാട്ടിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം കാത്തു നിന്നതിന് ശേഷം നമ്മുടെ KFC വന്നിട്ടുണ്ട്. ഇവിടെ 7up ഒക്കെ ആദ്യം എടുത്തു വെച്ചിരുന്നു. അപ്പം ഞാനിത് കഴിക്കട്ടെ. സ്പൈസിയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഫ്രഞ്ച് ഫ്രൈസ് spicy chicken. Spicy. അങ്ങനെ KFC ഒക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയുണ്ട് സമയം. 6:45 ഇനി 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബസ്സൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം അല്ലേ? ഇതുണ്ടോ, വലിയ ബസ് സ്റ്റേഷനാണ്. എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. എല്ലാം ലോങ് റൂട്ട് ബസ്സുകളാണ്. ചില ബസ്സുകൾ ഭയങ്കര ഭംഗിയാണ്. നല്ല ലക്ഷറി ആയിട്ടുള്ള ബസ്സുകളുണ്ട്. ചില സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകൾ വലിയ ഒരു 100 കണക്കിന് ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പുറത്ത് അങ്ങോട്ട് കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെയൊക്കെ പോയിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തന്നേനെ. ഇത് കണ്ട, ഇതേപോലെയുള്ള ബസ്സിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നല്ല കിടന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട് പോകാൻ പറ്റും. നമ്മൾ പോകുന്നതും ലക്ഷറി ബസ് തന്നെയാണ്. പക്ഷേ ഈ ബസ്സൊക്കെ അപാര ലക്ഷറിയാണ്. കുറേ ലോങ് പോകുന്ന ബസ്സുകളാണ്. ചുമ്പോനിലേക്കൊക്കെ പോകുന്ന ബസ്സുകളാണിത്.
നൂറുകണക്കിന് ബസ്സുകളുണ്ട് ഇവിടെ. ഈ ഇവിടെയുള്ള ഇതേപോലെയുള്ള ബസ്സിലെ ഡ്രൈവേഴ്സിന്റെ യൂണിഫോമാണിത്. എന്ത് ഭംഗിയാണല്ലേ, വളരെ പ്രൊഫഷണൽ അല്ലേ. ഇവരാണ് നമ്മുടെ കൂടെ വരുന്ന ബസ് ഹോസ്റ്റസ് എന്ന് പറയുന്നത്. ഇവരാണ് പാസഞ്ചേഴ്സിനൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബസ്സിന്റെ സമയമായിട്ടുണ്ട്. കാങ്ങത ഉള്ളിലേക്ക് വലിഞ്ഞു കയറി. ഞാനും കയറാണ് ഉള്ളിലേക്ക്. ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഇതാ കേട്ടോ, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ബസ്സിനുള്ളിൽ തന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. നല്ല വിശാലമായ സീറ്റും സൗകര്യങ്ങളൊക്കെ കണ്ടോ. നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങളാണ് ആദ്യം തന്നെ കയറിയത്, വേറെ ആരും കയറിയിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. നമ്മുടെ ഹോസ്റ്റസ് ഇവിടെ ഉണ്ട്. ടിക്കറ്റൊക്കെ കൊടുത്ത് ഇനി ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. പുതപ്പൊക്കെ ഉണ്ട്. പുതപ്പൊക്കെ പുതച്ചിട്ട് ഇനി നന്നായിട്ട് നല്ല എ സി ഒക്കെ നല്ല തണുപ്പുണ്ട്. കിടന്നുറങ്ങി രാവിലെ 6 മണിയാകുമ്പോൾ രണവങ്ങിലെത്തും. 5:30-6 മണിയാവും. അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ ഞാൻ ഫോണിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അങ്ങനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നോക്കാം. യു ക്യാൻ സേ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.